ഒരു ഗിന്നസ് റെക്കോർഡിന്റെ പേരിൽ നമ്മുടെ സംസ്ഥാനത്തിൽ വലിയ ഭരതനാട്യ മെഗാ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഫീസിന്റെ പുറമെ ചക്കയും മാങ്ങിയൊക്കെ വാങ്ങി തട്ടുന്നല്ലേ പഠിപ്പിക്കൂ. കക്കാൻ മാത്രമല്ല നിക്കാനും പഠിച്ചവനാ നീ. വലിയ പണമിടപാടാണ് നടന്നിരിക്കുന്നത്. സാരിക്ക് 390 രൂപയുടെ സാരി 1600 രൂപയ്ക്ക് കൊടുക്കുക. ഇപ്പൊ സാരിക്കൊക്കെ എന്താ വില? കണ്ടിട്ടൊരു 250 രൂപയ്ക്കുണ്ട്. അത് തന്നെ ഇത്തിരി കൂടുതൽ. എന്നിട്ട് 3500 രൂപ വീതം 11,200 ആളുകളുടെ കൈകളിൽ നിന്ന് വാങ്ങുക. നീ കുറെ നേടുന്നുണ്ടല്ലോ. മൊത്തം 4-5 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകൾ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. കാശിന്റെ കാര്യത്തിലൊന്നും കുറയ്ക്കാൻ പറ്റത്തില്ല. ഒരു 500-500 ഓക്കെ അല്ലേ? വാമേ നമുക്ക് പോവാം. അയ്യോ പോലെ അത്രയ്ക്കൊന്നും കരുതിയിട്ടുണ്ടാവില്ലെന്നറിയാം. തൽക്കാലം കയ്യിലുള്ളത് ദക്ഷിണായിട്ട് തന്നിട്ട് പൊക്കോളൂ. എല്ലാം കൂടി നമുക്കൊരു 5000 ഒതുക്കാമേ. പിന്നീട് 1600 രൂപയോ 1500 രൂപയോ പിന്നീട് ഇവര് വാങ്ങിക്കുകയും ചെയ്തു. മനുഷ്യൻ ഇത്ര ആക്രാന്തം പാടില്ല. ശരിക്കും 3500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പ് ആയിട്ട് കൊടുത്തത്. ഞാൻ തരാം തരാന്ന് പറഞ്ഞ എപ്പ തരുമെന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത് ഓക്രിത്രം പറഞ്ഞാണല്ലോ ഇടിച്ചെല്ലായിടത്ത് പിച്ചാത്തിക്ക് പിടിയിട്ടുള്ള. ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആഭരണങ്ങള്, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് 200 രൂപ കൂടി വേണം. അതെന്തിന്? വട വാങ്ങിയതിന്. തലയിൽ വെക്കുന്ന വട പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ. തിരിച്ചു പോകുമ്പോ തന്നേക്കാം. തന്നേക്ക്. അരിങ്കലം വെക്കുമ്പോ അതിന്റെ അടിയിൽ വെക്കാം.